നമസ്കാരം. കേരള വിഷൻ ന്യൂസിൽ ഇനി വാർത്താ നിമിഷമാണ്. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ജോഡോ യാത്രയിലെ പീഡന പരാമർശത്തിൽ വിശദാംശങ്ങൾ തേടി ഡൽഹി പോലീസ് രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ. നടപടി കശ്മീരിൽ പീഡനത്തിനിരയായ സ്ത്രീകൾ രാഹുലിനെ കണ്ടു പരാതി പറഞ്ഞുവെന്ന പരാമർശത്തിൽ വസതിക്ക് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധം. രാഹുലിനെ കാണാനാകാതെ പോലീസ് മടങ്ങി. പ്രധാനമന്ത്രി തീക്കൊള്ളികൊണ്ട് തലചൊറിയുന്നുവെന്ന KC വേണുഗോപാൽ. റബ്ബറിന്റെ വില 300 രൂപയാക്കിയാൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുമെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ്. കേരളത്തിൽ നിന്ന് MP ഇല്ലാത്തതിന്റെ വിഷമം കുടിയേറ്റ ജനത മാറ്റിത്തരുമെന്നും മാർ ജോസഫ് പാംപ്ലണി. നിങ്ങൾ റബ്ബറിന്റെ വില 300 രൂപയായി പ്രഖ്യാപിച്ച് ആ റബ്ബർ കർഷകനിൽ നിന്ന് എടുക്കുക. നിങ്ങൾക്ക് ഒരു MPയും ഇല്ല എന്നുള്ള വിഷമം ഈ കുടിയേറ്റ ജനത മാറ്റിത്തരാം. പ്രസ്താവനയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല, പറഞ്ഞത് മലയോര ജനതയുടെ വികാരമെന്നും വിശദീകരണം. ലീഗ് MLA RSS നേതാവുമായി ചർച്ച നടത്തിയെന്ന ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട KS ഹംസ. ചർച്ച നടത്തിയത് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതിനിധിയായി മറ്റൊരു MLA. ലീഗിന് ഇടതുപക്ഷ ആലയിൽ കെട്ടലാണ് ചർച്ചയുടെ ലക്ഷ്യമെന്നും ഹംസ. നിയമസഭാ മന്ദിരത്തിലെ കയ്യാങ്കളിയിൽ തുടർ നടപടിയുമായി പോലീസ്. മഹ്സർ തയ്യാറാക്കാനും MLA-മാരുടെ മൊഴിയെടുക്കാനും അനുമതി തേടി നിയമസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകി. തർക്കം പരിഹരിക്കാൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നാളെ കൂടിക്കാഴ്ച നടത്തും. KK രമയുടെ പരാതിയിൽ പാർട്ടി ഇടപെടേണ്ട കാര്യമില്ലെന്ന് MV ഗോവിന്ദൻ. ലോകായുക്തയ്ക്കെതിരെ KPCC അധ്യക്ഷൻ K സുധാകരൻ. ദുരിതാശ്വാസ നിധിയിൽ വിധി പറയാത്തത് മുഖ്യമന്ത്രിയും ലോകായുക്തയും തമ്മിൽ ഡീലുള്ളതിനാൽ ലോകായുക്ത നിശബ്ദമാക്കിയതിന് പിന്നിലെ കാരണങ്ങൾ അന്വേഷണ വിധേയമെന്നും സുധാകരൻ. സ്പാനിഷ് ലീഗിൽ ഇന്ന് എൽ ക്ലാസിക്കോ. ബാഴ്സലോണ റയൽ മാഡ്രിഡ് പോരാട്ടം രാത്രി 1:30. പോയിന്റ് പട്ടികയിൽ ബാഴ്സലോണ 1-ാം സ്ഥാനത്ത്.